കുന്നഞ്ചേരി ഭഗവതി ഐതിഹ്യം. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിപ്പുഴയുടെ തീരത്ത് ഹരിതഭംഗി തുടുമ്പുന്ന കിലാരൂർ ദേശം. പണ്ടുപണ്ട് ഈ ദേശത്ത് പഞ്ചമൂർത്തികളെ ഹൃദയത്തിൽ കുടിയിരുത്തി ശാക്തേയ പൂജയുടെ ഗൂഢമായ താന്ത്രിക വഴികളിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു തീയർ കാരണവനുണ്ടായിരുന്നു. ലോകവ്യവഹാരങ്ങളിൽ നിന്നകന്ന് തറവാട്ടിലെ പള്ളിയറയിൽ വിളക്കുവെച്ചും മന്ത്രസാധനകൾ നടത്തിയും അദ്ദേഹം കഴിഞ്ഞുപോന്നു. ദേവപ്രീതിക്കായി അർപ്പിക്കുന്ന വിശുദ്ധമായ അമൃത ശേഖരിക്കുന്ന അമൃതകലശക്കാരൻ എന്ന ധർമ്മം കൂടി അദ്ദേഹം നിർവഹിച്ചിരുന്നു. ആത്മീയതയുടെയും കഠിനമായ വ്രതശുദ്ധിയുടെയും പ്രകാശവലയത്തിലായിരുന്നു ആ യുവാവിന്റെ ജീവിതം. ഒരു സായന്തനത്തിൽ പുഴയ്ക്കക്കരെയുള്ള കർമ്മങ്ങൾ കഴിഞ്ഞു മടങ്ങുകയായിരുന്നു ഈ കാരണവർ. തോണിയിൽ പുഴയുടെ ശാന്തമായ ഓളങ്ങൾ മുറിച്ചുകടന്ന് കടവത്തെത്തിയപ്പോൾ പ്രകൃതിയുടെ ചായക്കൂട്ടുകളെ പോലും വെല്ലുന്ന അഴകോടെ അവിടെ ഒരു യുവതി നിൽക്കുന്നു. മുടിയിഴകളിൽ പുഴക്കാറ്റേറ്റ് സന്ധ്യാശോഭയേക്കാൾ തിളങ്ങുന്ന മുഖകാന്തിയുള്ള ആ സുന്ദരിയെ കണ്ടപ്പോൾ കാരണവരുടെ ഉള്ളിലെ സന്യാസി പോലും ഒരു നിമിഷം പ്രണയാതുരനായി. വിധി നിശ്ചയിച്ച ആ നിമിഷത്തിൽ അദ്ദേഹം അവളോട് തന്റെ അനുരാഗം വെളിപ്പെടുത്തി. തന്റെ ജീവിത സഖിയായി തറവാട്ടിൽ വരാൻ അദ്ദേഹം ആ പെൺകുടിയോട് അപേക്ഷിച്ചു. മൃദുവായൊരു ചിരിയോടെ ആ യുവതി കാരണവരുടെ നേരെ നോക്കി. ആ നോട്ടത്തിൽ പ്രപഞ്ചത്തിന്റെ മുഴുവൻ തേജസ്സും അടങ്ങിയിരുന്നു. നരരൂപിയായൊരുവനെ വിവാഹം കഴിക്കാൻ സാധിക്കുന്ന വെറുമൊരു പെണ്ണല്ല ഞാൻ എന്നരുളി ചെയ്തുകൊണ്ട് അവൾ തന്റെ വിശ്വരൂപം വെളിപ്പെടുത്തി. കാർവർണവും 1000 സൂര്യന്മാരുടെ പ്രഭയും ശത്രുസംഹാരത്തിന് സജ്ജമായ ആയുധങ്ങളുമേന്തിയ ഉഗ്രരൂപിണിയായ ശ്രീ പോർക്കലി ഭഗവതിയായിരുന്നു ആ സുന്ദരി. ഭയഭക്തി ബഹുമാനങ്ങളോടെ കാരണവർ ആ മണ്ണിൽ പ്രണമിച്ചു. തന്റെ ആരാധനമൂർത്തി തന്നെ തേടിയെത്തിയതിൽ അദ്ദേഹം കൃതാർത്ഥനായി. ആ വിസ്മയകരമായ വിശ്വരൂപ ദർശനത്തിന്റെ അനുഭൂതിയിൽ വിറങ്ങലിച്ചു നിന്ന കാരണവർ തന്റെ തറവാട്ടിലെ പള്ളിയറയിൽ പഞ്ചമൂർത്തികൾക്കൊപ്പം ഭഗവതിയെയും പ്രതിഷ്ഠിച്ചു. കുന്നഞ്ചേരി ഭഗവതിയായി അവൾ ആ തറവാടിന്റെയും നാടിന്റെയും ഐശ്വര്യമായി മാറി. ആ വിസ്മയകരമായ വിശ്വരൂപ ദർശനത്തിന് മറ്റൊരു സാക്ഷി കൂടിയുണ്ടായിരുന്നു. പുഴക്കരയിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഒരു മുസ്ലിം യുവാവ് മാപ്പിള. സാധാരണക്കാരനായ ആ മനുഷ്യൻ ഭഗവതിയുടെ ദിവ്യരൂപം നേരിട്ട് കണ്ടതോടെ പാപമുക്തനായി. ദൈവീകമായൊരു തേജസ് അവനിലും ആവേശിച്ചു. തയ്യപ്രപഞ്ചത്തിന്റെ സവിശേഷതയെന്നോണം ഭഗവതിയുടെ പുരാവൃത്തത്തോട് ചേർന്ന് അദ്ദേഹവും ഒരു ദൈവകരുവായി അംഗീകരിക്കപ്പെട്ടു. ജാതിമതഭേദമില്ലാത്ത ഉത്തരമലബാറിന്റെ സാംസ്കാരിക സമന്വയത്തിന്റെ പ്രതീകമായി കുന്നഞ്ചേരി ഭഗവതിക്കൊപ്പം ഇന്നും ആ മാപ്പിളത്തയ്യവും അവിടെ കെട്ടിയാടപ്പെടുന്നു. അനുഗ്രഹാശിസ്സുകൾക്കായി ഒരു ദേശമിന്നും ഈ തയ്യങ്ങൾക്ക് മുന്നിൽ ശിരസ്സു നമിക്കുന്നു.